അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം വസിക്കുന്ന നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അപകട മരണങ്ങളുടെ വാർത്തകളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വാൽപ്പാറ അപകടവും തൃശ്ശൂർ വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടവും വല്ലാത്ത നൊമ്പരമായി നിലനിൽക്കുകയാണ്. അതിനും പുറമെ പാമ്പ് കടിയേറ്റ് നിരവധി മരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പറമ്പിൽ നിന്ന് മാത്രമല്ല, വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും തലയിണക്കുള്ളിൽ നിന്ന് വരെ വിഷമേൽക്കേണ്ടുന്ന ഒരവസ്ഥ പല കുടുംബങ്ങളിലും ഉണ്ടായി. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകട്ടെ, സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം സ്വാഭാവികമായ അപകടങ്ങളാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഭീകരമായ ചില കൊലപാതകങ്ങൾ ഈ അടുത്ത് നാം വസിക്കുന്ന കേരളത്തിൽ നടക്കുകയുണ്ടായി. പല പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. കണ്ണൂർ ജില്ലയിൽ താണിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 25-കാരൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല ചെയ്യുകയാണ്. അവന് പിടിക്കപ്പെട്ട സമയത്ത് അവൻ പറഞ്ഞത്, ഇനി എന്റെ അച്ഛനെ കൂടി എനിക്ക് കൊല്ലണമെന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. മകന്റെ ലഹരിയെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ആ കൊലപാതകം എന്നാണ് തെളിഞ്ഞു വന്നത്. അതുപോലെ നമ്മുടെ ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ പിതാവിനെയും മാതാവിനെയും കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തുകയുണ്ടായി. ഇടുക്കി ജില്ലയിൽ അമ്മയെയും ജ്യേഷ്ഠനെയും ഒന്ന് കുഴിച്ചുമൂടിയ വാർത്തയും നാം ഒക്കെ വായിച്ചു. ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. സത്യത്തിൽ ഉമ്മയെയും ഉപ്പയെയും അല്ലെങ്കിൽ അമ്മയെയും അച്ഛനെയൊക്കെ ഒന്നുകൊണ്ട് തള്ളുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നെങ്കിൽ നമ്മുടെ കേരളത്തിന് എന്തു പറ്റി എന്ന് നാം ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ശാസ്ത്രം, പുരോഗമനം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നൊക്കെ പറയുമ്പോഴും സമൂഹത്തിൽ സർവത്ര അരാജകത്വം കൊടികുത്തി വാഴുന്ന ഒരവസ്ഥ, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം മനുഷ്യർ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് പുറത്തു ചാടിയോ അവിടെയെല്ലാം അരാജകത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന വസ്തുതയാണ് ഞാനും നിങ്ങളും ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അമ്മയും പെങ്ങളും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും ഭാര്യയും അന്യ സ്ത്രീയും ഒരുപോലെയാണെന്ന് പറയുന്ന യുക്തിവാദികൾ ഈ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് എന്ത് പരിഹാരമാണ് അവർക്കൊക്കെ പറയാനുള്ളത്? ഒന്നുമില്ല, വട്ടപൂജ്യം എന്നല്ലാതെ ഒന്നും അവർക്ക് പറയാനില്ല. ഇവിടെയാണ് മതത്തിന്റെ പ്രസക്തി, മാതാവിന്റെ പ്രസക്തി, പിതാവിന്റെ പ്രസക്തി, അമ്മയുടെയും അച്ഛന്റെയൊക്കെ പ്രസക്തി പഠിപ്പിക്കുന്നത് മതത്തിൽ മാത്രമാണ്. പ്രത്യേകിച്ച് വിശിഷ്ട ഇസ്ലാം ഇതിനെല്ലാം വിശാലമായിട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്ന മതമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലിരിക്കുമ്പോ അതാ ഒരു മനുഷ്യൻ കയറി വരികയാണ്. ആ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത് ജിഹാദ്, പരിശുദ്ധ മതത്തിനു വേണ്ടി, സമരത്തിനു വേണ്ടി പോകാനുള്ള സമ്മതം ചോദിക്കാനാണ് വന്നത്. ആ സമയത്ത് മുത്തനബി ആ വന്ന സഹാബിയോടൊരു ചോദ്യം, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യാറിഞ്ഞാൻ, ശത്രുക്കൾ ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ പോവുകയാണ്. ആ സമയത്ത് നബിയോട് സമ്മതം ചോദിക്കാൻ വന്നപ്പോ നിന്റെ ഉമ്മയൊപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്നാ ചോദ്യം. ആ സമയത്ത് ഈ സ്വഹാബി പറഞ്ഞു, ഞാൻ എന്റെ ബാപ്പിയമ്മയും ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ ഏറ്റവും വലിയ ജിഹാദ്, ഏറ്റവും നല്ല ഒരു കർമ്മം ആ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കലാണ്, അവരെ പരിചരിക്കലാണ്, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യലാണ്, അവരെ ചേർത്ത് പിടിക്കലാണ്. അവര് പാവങ്ങളാണ്, അവര് വയസ്സായവരാണ്, അവരൊരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. നീ ഇപ്പോൾ സമരത്തിന് പോണ്ട, നീ അവിടെ കൂടെ കഴിഞ്ഞാൽ മതി എന്നാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ മഹത്തായ മൂല്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ തരം താന്ന് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന സാധാരണ ഈ തെരുവ് നായകളുണ്ടല്ലോ, ആ
തെരുവുനായകളെക്കാൾ മനുഷ്യൻ ഇന്ന് ലോകത്ത് അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആ തെരുവുനായയുടെ കാര്യം പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു തെരുവുനായ വലിയൊരു വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. നമ്മളൊക്കെ അത് വായിച്ചതാണ്, മീഡിയകളിലൂടെ നമുക്ക് ദർശിച്ചതാണ്. മലപ്പുറം ജില്ലയിലെ പത്തപ്പിരിയത്തിനടുത്ത് പെരുവിൽക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ താമസിച്ചിരുന്ന ആമിന ഉമ്മ എന്ന് പറയുന്ന ഒരു വയോവൃദ്ധയാകുന്ന ഒരു ഉമ്മ. ആ ഉമ്മക്കൊരു സ്ഥിരം ഒരു സ്വഭാവമുണ്ട്. ആ ഉമ്മക്ക് നല്ലൊരു ശൈലിയുണ്ട്. എന്നും ഒരു തെരുവ് നായക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കും. ഭക്ഷണത്തിന്റെ വേസ്റ്റായ ഭാഗങ്ങളൊക്കെ ആ നായക്ക് ഇട്ട് കൊടുക്കും. എല്ലാ ദിവസവും ആ ഉമ്മ പതിവാക്കി. അങ്ങനെ ഈ അടുത്ത് ആ ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മയുടെ ജനാസ അങ്ങനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോവാണ്. ആ ജനാസയോടൊപ്പം അതിനെ അനുഗമിച്ച് അതിന്റെ പിന്നിലായി പുറകെയായി ഈ തെരുവ് നായയും നടക്കുകയാണ്. അങ്ങനെ പള്ളിക്കാട്ടിലെത്തി. മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് മറവ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ജനം ഈ മയ്യത്തൊക്കെ മറവ് പാടി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഈ തെരുവ് നായ പിരിഞ്ഞു പോകാതെ ഖബറിന്റെ പരിസരത്ത് തന്നെ ആ നായ കിടക്കുകയാണ്. ഇത് വലിയ വാർത്തയായി. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ടവര്, ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ആ തെരുവ് നായക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ആ ഉമ്മക്ക് മഗ്ഫിറത്തും സ്വർഗവും അല്ലാഹു തആല നൽകും. അങ്ങനെയല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ആ ഉമ്മക്ക് സ്വർഗം അത് കാരണം ലഭിച്ചേക്കാം. നായ നജസാണെന്ന് നമുക്കറിയാം, പക്ഷേ അതൊരു ജീവിയാണ്. അതിന് അന്നം നൽകിയാലും പ്രതിഫലമുണ്ട് എന്നാണ് പരിശുദ്ധമായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. ഒരു മനുഷ്യൻ ദാഹിച്ച് പരവശനായി ഒരു കിണറിന്റെ കരയിലേക്ക് ഇങ്ങനെ വരികയാണ്. അയാൾ ഈ മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്ന ഈ നായെ കണ്ടപ്പോ കാലിലുള്ള ഷൂ വലിച്ചൂരിയിട്ട് ഈ നായയുടെ വായിലേക്ക് കിണറിൽ നിന്ന് ഈ ഷൂ കെട്ടിയിറക്കിയിട്ട് വെള്ളം മുക്കിയിട്ട് നായയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. നായക്ക് ദാഹം തീരുന്നവരെ ആ നായക്ക് സുന്ദരമായിട്ട് വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് സഹീഹുൽ ബുഖാരിയിൽ തന്നെ അവസാന ഭാഗത്ത് പറയുന്നു, ഫഅദ്ഖലഹുൽ ജന്ന, ആ മനുഷ്യൻ അത് കാരണം സ്വർഗത്തിലെത്തി. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ മേൽ സ്വർഗം. ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ അന്നം കൊടുക്കാതെ പൂച്ചയെ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ നരകം. ഇതും പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നത്. ഇത് മഹാന്മാരാകുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച മറ്റൊരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. യാ റസൂലല്ലാഹ്, നബിയെ, ഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റ, ഈ നാൽക്കാലികൾക്ക് എന്തെങ്കിലും കൊടുത്താലും കൂലി കിട്ടുമോ? അല്ലെങ്കിൽ ഇതര ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് അതിനൊക്കെ എന്തെങ്കിലും കൊടുത്താൽ കൂലി കിട്ടുമോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫീ കുല്ലി ദാത്തി കബിദി റത്ബത്തിൻ അജ്റുൻ, ജീവനുള്ള എന്ത് കൊടുത്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നാൽക്കാലികൾക്ക്, കോഴികൾക്കും, പൂച്ചകൾക്കും, പക്ഷികൾക്കും, നായക്ക് പോലും വിശപ്പടക്കാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച ഈ ചരിത്രം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകമായ നാം പഠിക്കേണ്ടുന്ന, പകർത്തേണ്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നാം ഷെയർ ചെയ്യേണ്ടുന്ന വലിയൊരാശയമാണ്. അതുകൊണ്ട് തന്നെ ഒരു തെരുവ് നായയുടെ നന്ദി പോലും ചില മനുഷ്യന്മാർ കാണിക്കുന്നില്ല. അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട്, തനിക്ക് എല്ലാം തരുന്ന, തന്നെ സഹായിച്ച മനുഷ്യരോട് യാതൊരു നന്ദിയുമില്ലാത്ത എത്രയോ ആളുകൾ നമ്മളൊക്കെ ഇടയിൽ കാണാം. അവര് ഈ നായകളെക്കാൾ അധപ്പതിച്ചു പോയി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് അഅറാഫിൽ ഒരു വചനം, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അല്ലാഹു പറയാണ്, നാം ധാരാളം മനുഷ്യരെയും ധാരാളം ജിന്നുകളെയും പടച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അവരെ ലിജഹന്നം, നരകത്തിന് വേണ്ടിയാണ്. കുറെ ആളുകൾ നരകത്തിലേക്കാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു ഭാഗം സ്വർഗത്തിലേക്കും അല്ലാഹു പഠിച്ചിട്ടുണ്ട്. ഈ നരകത്തിലേക്ക് പോകുന്നവരുടെ അവസ്ഥ എന്താണ്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയങ്ങളെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുകയില്ല. അതുപോലെ തന്നെ വലഹും അഅ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളെ കൊണ്ട് കാണേണ്ടത് അവർ കാണൂല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് കേൾക്കേണ്ടതൊന്നും കേൾക്കൂല. ഉലൈക കൽ അൻആം, അവർ മൃഗതുല്യരാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, ബൽഹും അളൽ, അവർ മൃഗത്തെക്കാൾ അധപ്പതിച്ചവരാണ് എന്ന്
വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഒരിക്കലും ആ വിഭാഗത്തിൽ പെടരുത്. നമ്മുടെ കണ്ണും കാതും കേൾവിയുമൊക്കെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാക്കി മാറ്റുക. ഒരിക്കലും ഒരു മനുഷ്യനും അവന്റെ അമ്മയെയോ ഉമ്മയെയോ ഉപ്പയെയോ അച്ഛനെയോ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, അവരെ ചീത്ത പറയാൻ പാടില്ല, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. എല്ലാ നിലക്കും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ വളരെ സുന്ദരമായി പോറ്റി വളർത്തി അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഇങ്ങനെ നന്മയിൽ നാം ചേർന്ന് നിന്നാൽ നമുക്ക് ദുനിയാവിൽ വലിയ വിജയമുണ്ടാകും, ആഖിറത്തിൽ വലിയ വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു സ്വർഗം കരസ്ഥമാക്കുന്ന സാലിഹീങ്ങളിൽ നമ്മയും കുടുംബങ്ങളെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.